നമ്മുടെ അടിപൊളി വെള്ളക്കിഴങ്ങ് കറി റെഡി ആയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ അടിപൊളി ഒരു കറി വെക്കാൻ പോവുകയാണ്. വേണ്ടത് 3 ഉരുക്കിഴങ്ങ്, അത് ചെറിയത് 3 കഷ്ണമായിട്ട് അരിഞ്ഞത്, വലിയൊരു സവാളയും 2 ചെറിയ സവാളയും, അതും ഈ ക്യൂബ് രൂപത്തിൽ കഷ്ണമായിട്ട് അരിഞ്ഞത്. പച്ചമുളകും ഞാൻ 3 എടുത്തിട്ടുണ്ട്, ഒരു 5 എണ്ണം. ഇഞ്ചി കൊത്തി അരിഞ്ഞത് ശകലം. പാൻ വെച്ച് ചൂടായിട്ടുണ്ട്, വെളിച്ചെണ്ണ ഒഴിക്കാം. അരിഞ്ഞ് വെച്ച ഉരുളക്കിഴങ്ങ് ഇട്ട് നമുക്ക് മൂപ്പിക്കാം. ഏകദേശം ഉരുളക്കിഴങ്ങ് ഒന്ന് വഴണ്ടിട്ടുണ്ട്. നമുക്കതിലേക്ക് സവാള ഇടാം, അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. ഈ സവാള ഒന്ന് പെട്ടെന്ന് മൂത്ത് കിട്ടാൻ വേണ്ടി നമുക്ക് ഒരല്പം പരുവത്തിനുള്ള ഉപ്പ് ചേർക്കാം. അല്പം മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇത് വഴണ്ടിട്ടുണ്ട്. നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന മുളക് ചേർക്കാം. നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർക്കാം. ഇഞ്ചിയും ചേർക്കാം. എല്ലാം കൂടെ ഒന്ന് കൂട്ടി വഴറ്റാം. അല്പം കരിവേപ്പില ചേർക്കാം. അല്പം ഒന്ന് ഞാൻ അടച്ച് വെക്കുകയാണ്. ചെറിയ ഫ്ലെയിമിൽ ഈ ആവിയിലൊന്ന് ഇത് വേവണം. ആവിയിൽ വേവിക്കാൻ വെച്ചത് ഒന്ന് എടുത്ത് നോക്കാം ഏത് പരുവായെന്നുള്ളത്. ചെറുതായിട്ടൊന്ന് വഴണ്ട് നല്ലൊരു മയമായി വന്നിട്ടുണ്ട്. നമുക്കിതിനകത്ത് ഇപ്പോഴും കൂടെ ഇതിൽ ചേർക്കാം. ചെറുത് മതി. ഇനി ഇത് അടച്ച് വെച്ച് ഇതും കൂടെ ചേർന്ന് ആവി വേവണം. അന്നേരം നല്ലൊരു ടേസ്റ്റ് മിനിറ്റ് ഒന്നുകൂടെ നമുക്ക് അടച്ച് വയ്ക്കാം. ഏകദേശം ഒരു 10 മിനിറ്റ് നമ്മൾ ആവി വേവിച്ചിട്ട് ഒന്ന് എടുക്കുകയാണ്. എന്തായെന്ന് നോക്കാം. തക്കാളിയുടെയൊക്കെ ഒന്ന് ഉടഞ്ഞ് അതിനോട് ചേർന്ന് വന്നിട്ടുണ്ട്. നമ്മൾ വെള്ളം, അത് പച്ചവെള്ളം ഒഴിക്കരുത്, കറിയുടെ ടേസ്റ്റ് പോവും. തിളപ്പിച്ചാറിയ വെള്ളം ഉണ്ടെങ്കിൽ അത് ഒഴിക്കുക. വെള്ളം കൂടുതലാകാൻ പാടില്ല, ഒരു പരുവത്തിന്. ഇനി ഇത് ഒന്ന് ചെറുതീയിൽ തിളയ്ക്കണം. നമ്മുടെ കറി ഏകദേശം കുറുകിയായിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി ഹോം മെയ്ഡായിട്ടുള്ള ഗരം മസാല ചേർക്കാം. അല്പം ഞാനിതിന് ടേസ്റ്റിന് വേണ്ടി കുറച്ച് ടോണ്ട് മിൽക്ക്, അത് ഞാൻ ഗുഡ് ലൈഫിൻ്റെയാണ്, അല്പം ചേർക്കുക. പിടിച്ച് അധികം തിളയ്ക്കാൻ പാടില്ല. ഇനി അതിനകത്ത് ഇച്ചിരി മല്ലിയിലയും കൂടി ഞാൻ എടുക്കുകയാണേ. കടുക് താളിക്കാം. അപ്പം നമ്മുടെ അടിപൊളി വെള്ളക്കിഴങ്ങ് കറി റെഡി ആയിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ പച്ചമുളകിൻ്റെ എരിവും കുരുമുളകിൻ്റെ എരിവും മാത്രമേ ഉള്ളൂ. ഒരു ശകലം പോലും മുളക് പൊടി ചേർത്തിട്ടില്ല. അപ്പം ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചപ്പാത്തിയുടെ കൂടെയൊക്കെ തിന്നാൻ അടിപൊളി കറിയാണ്, അപ്പത്തിൻ്റെ കൂടെയൊക്കെ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്ന് നമ്മൾ വയ്ക്കാൻ പോകുന്ന കറി മീൻ കറിയാണ്. ഇതാണ് ഇന്നത്തെ മീൻ. ഞങ്ങളിതിനെ ബ്ലേഡ് എന്നാണ് വിളിക്കുന്നത്. നിങ്ങളവിടെ എന്താ വിളിക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. ഇന്നപ്പോൾ നമ്മൾ തേങ്ങ അരച്ചൊരു കറി വയ്ക്കാൻ പോവുകയാണ്.